പഴയ നിയമത്തിലൂടെ ദൈവം ചെയ്ത വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുക്രിസ്തു. ഉൽപ്പത്തി മുതൽ ആരംഭിക്കുന്ന ഗ്രന്ഥങ്ങളിലുടനീളം ദൈവം മനുഷ്യന് നിരവധി വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തനാക്കും, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാനാകുന്നു നിന്റെ ദൈവം, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകും തുടങ്ങുന്ന നിരവധി വാഗ്ദാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ വാഗ്ദാനങ്ങൾക്കെല്ലാം ഒരു പൂർത്തീകരണം സംഭവിക്കുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു ആകുന്ന പൂർത്തീകരണം. 2 കൊരിന്ത്യർ 1:20 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം മശിഹായിൽ അതേ തന്നെയായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ മഹത്വത്തിന് തന്മൂലം ഞങ്ങൾ ആമീൻ പറയുന്നു. അതെ, വചനം പറയും പോലെ ദൈവവാഗ്ദാനങ്ങൾ എല്ലാം യേശുക്രിസ്തു തന്നെയാണ്. ആദ്യ മാതാപിതാക്കളായ ആദാമും ഹവ്വായും ചെയ്ത പാപപരിഹാരമായി ദൈവം നമുക്ക് അതിനു മുമ്പേ കരുതി വെച്ച വാഗ്ദാനമാണ് യേശുക്രിസ്തു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ വചനം സ്വീകരിച്ച് യേശുവിനെ ഉദരത്തിൽ വഹിച്ച് കാലത്തികവെങ്കിൽ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു. ആ ദേവപുത്രന്റെ തിരുപ്പിറവിയുടെ സുദിനങ്ങളിലേക്ക് കടക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ നോമ്പോടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും പശ്ചാത്താപത്തോടും യേശുക്രിസ്തുവിന്റെ ജനനം നമ്മുടെ മനസ്സുകളിൽ നടക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം. തിരുപ്പിറവിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.